നമുക്കിന്ന് ഈ പടം വരച്ചാലോ? അങ്ങനെ ഒട്ടും വൈകാതെ തിരഞ്ഞെടുത്ത് പടം വരയ്ക്കാനായിട്ട് ഞാൻ ഇരുന്നു. രണ്ട് പെൻസിൽ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടറും എടുത്ത് വരയ്ക്കാനായിട്ട് ആരംഭിച്ചു. ഇന്നത്തെ പോലെ കണ്ണ് തന്നെ വരച്ചാരംഭിച്ചു. പിന്നെ മീശ ഷെയ്ഡ് ചെയ്തു, പിന്നെ ചുണ്ട് വരച്ചു. പിന്നെ പിന്നെ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലൈൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏത് നേരത്തെ പരിശ്രമം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രം ഡീറ്റെയിൽഡായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ പടത്തിനൊരു പൂർണ്ണ രൂപം വന്നിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നീട് ഷെയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഷെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏറെ സമയമെടുക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അധികം താമസിക്കാതെ തന്നെ എനിക്ക് ഷെയ്ഡ് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞു. ഷെയ്ഡിങ് ഇങ്ങനെ തുടരെ പടത്തിൻ്റെ ഭംഗി കൂടിക്കൊണ്ടേയിരുന്നു. ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ വിൻറ്റേജ് മമ്മൂട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പല ചിത്രങ്ങൾ എൻ്റെ മുന്നിൽ വന്നെങ്കിലും വിൻറ്റേജ് മമ്മൂക്കയെ വരയ്ക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും അത് സാധിച്ചു. ഇനി മറ്റൊരു ചിത്രം വരുന്നത് വരെ ബൈ ഫ്രം സുധി.